ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ അത്ര സന്തോഷത്തിലായിരിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നിഫ്റ്റി ഇന്നലെ ഒരു 0.95% അഥവാ നല്ല രീതിയിൽ താഴോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ നിഫ്റ്റി ക്ലോസ് നടത്തിയിരിക്കുന്നത് 24,363 ക്ലോസ് നടത്തിയിട്ടുള്ളത്. നല്ല രീതിയിൽ നിഫ്റ്റി താഴോട്ട് പോകുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കൃത്യമായിട്ട് പറഞ്ഞിട്ടായിരുന്നു 24,500 സപ്പോർട്ട് സോൺ ഉണ്ട്. അത് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ 24,000 വരെ പോകാനുള്ള സാധ്യത ഞാൻ പറഞ്ഞിരുന്നു. അത് പ്രകാരം തന്നെ 24,500 ബ്രേക്ക് ഡൗൺ ചെയ്തു. നല്ല രീതിയിൽ ഒരു 100-150 പോയിന്റ് താഴോട്ട് വന്നു. ഇനി അടുത്ത ആഴ്ചയിലേക്ക് ശ്രദ്ധിക്കേണ്ട ലെവൽസ് 24,000 ആണ്. 24,000 സപ്പോർട്ട് എടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റെസിസ്റ്റൻസ് ആയിട്ട് പറയാനായിട്ടുള്ളത് 24,550 റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. 24,550 മുകളിൽ ഒരു ദിവസം ഒരു 1 ഡേ ക്യാൻഡില് ക്ലോസ് നടത്തി കഴിഞ്ഞാൽ ഞാൻ ബുള്ളിഷായി എന്ന് ഞാൻ പറയാണ്. ബുള്ളിഷായി എന്ന് പറയുമ്പോൾ ഹൈ ബുള്ളിഷ് നിങ്ങൾ ഉദ്ദേശിക്കരുത്. ഒരു ബുള്ളിഷ് മോഡിലേക്ക് ഒരു കൺസോൾഡേറ്റ് വിത്ത് ബുള്ളിഷ് ബയാസ് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. 24,550 കടന്നതിന് ശേഷം മാത്രം. ഈ ആഴ്ചത്തെ വിദേശ നിക്ഷേപകരുടെയും ആഭ്യന്തര നിക്ഷേപകരുടെയും അവരുടെ ആക്ടിവിറ്റീസ് എന്താന്ന് നമുക്ക് സ്ക്രീനിൽ എഴുതി കാണിക്കാം. അപ്പൊ അത് നിങ്ങൾക്ക് കണ്ട് തിങ്കളാഴ്ച 4-ാം തീയതി ആഭ്യന്തര നിക്ഷേപകര് 4,386 കോടി രൂപയ്ക്ക് ബൈ നടത്തി. വിദേശ നിക്ഷേപകര് 2,566 കോടി രൂപയ്ക്ക് സെല്ല് നടത്തിയിട്ടുണ്ട്. ചൊവ്വാഴ്ച 3,840 കോടി രൂപയ്ക്ക് ആഭ്യന്തര നിക്ഷേപകർ ബൈ നടത്തി. 22 കോടി രൂപയുടെ സെല്ല് വിദേശ നിക്ഷേപകർ നടത്തി. ബുധനാഴ്ച 6,794 കോടി രൂപയ്ക്ക് ആഭ്യന്തര നിക്ഷേപകർ ബൈ നടത്തി. വിദേശ നിക്ഷേപകര് 4,999 കോടി രൂപയുടെ സെല്ലാണ് നടത്തിയിട്ടുള്ളത്. വ്യാഴാഴ്ച 10,864 കോടി രൂപയുടെ ബൈ ആഭ്യന്തര നിക്ഷേപകർ നടത്തി. വിദേശ നിക്ഷേപകര് 4,997 കോടി രൂപയുടെ സെല്ല് നടത്തിയിട്ടുണ്ട്. 8-ാം തീയതി വെള്ളിയാഴ്ചത്തെ ഡാറ്റ അവൈലബിൾ ആയിട്ടില്ല. ഞാൻ നോക്കട്ടെ, അവൈലബിൾ ആവുകയാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ടിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അതാണ്. പിന്നെ കഴിഞ്ഞ ആഴ്ചയിലെ 1-ാം തീയതി വരെ വിദേശ നിക്ഷേപകരുടെ ലോങ് ഷോർട്ട് പൊസിഷൻ നോക്കുകയാണെങ്കിൽ 91% ഷോർട്ട് പൊസിഷനാണ് അവർ ഉണ്ടായിരുന്നത്. ഈ ആഴ്ച വെള്ളിയാഴ്ചത്തെ ഡാറ്റ നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. വ്യാഴാഴ്ച വരെയുള്ള 7-ാം തീയതി വരെയുള്ള ഡാറ്റ നോക്കുമ്പോൾ അവർ സ്റ്റിൽ 91% ഷോർട്ട് പൊസിഷനായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു 9% മാത്രമാണ് ആ ഒരു ബുള്ളിഷ് ഉള്ളത്. ബാക്കി 91% ഷോർട്ട് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് കൺസോൾഡേറ്റോ നെഗറ്റീവ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുള്ളൂ. ഓക്കെ, ഇനി കഴിഞ്ഞ ആഴ്ച ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടായിരുന്നു 3 മാസം കൊണ്ട് 2 ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ചുകൊണ്ട് 41,000 രൂപ പ്രോഫിറ്റ് നേടി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എങ്ങനെയാണ് പ്രോഫിറ്റ് നേടിയപ്പോ ഓപ്ഷൻ സെല്ലിംഗ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പല ആളുകളും വിളിച്ച് ഡൗട്ട് ഏതാണ് സ്ട്രാറ്റജി എന്ന് പല ആളുകളും വിളിച്ചു നോക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. നിങ്ങൾക്ക് അറിയാവുന്ന സ്ട്രാറ്റജി തന്നെയാണ്, അതല്ലാതെ ഞാനായിട്ട് കണ്ടുപിടിച്ച സ്ട്രാറ്റജി ഒന്നല്ല. സ്ട്രാറ്റജി വളരെ സിമ്പിൾ ആണ്. അതായത് നിഫ്റ്റി ഇപ്പൊ 24,500 നിൽക്കണേന്ന് നിങ്ങൾ വിചാരിക്കാം. നിഫ്റ്റി 24,500 നിൽക്കുന്നുണ്ട്. നമ്മുടെ വ്യൂ ബെയറിഷ് ആണ്, അതായത് താഴോട്ടാണ് നമ്മുടെ വ്യൂ എങ്കിൽ 24,500 നിഫ്റ്റിയുടെ സ്പോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു 300 പോയിന്റ് അബവ് നമ്മൾ ആദ്യം ബാസ്കറ്റ് ഓർഡർ എടുക്കുക. ബാസ്കറ്റ് ഓർഡർ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ബാസ്കറ്റ് ഓർഡറിൽ 24,800 അതായത് 300 പോയിന്റ് മുകളിലുള്ള 24,800 കോൾ ഓപ്ഷൻ ബൈ ലെഗ് ആഡ് ചെയ്ത് വെക്കുക. ആഡ് ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം രണ്ടാമത് ആ ബാസ്കറ്റിലേക്ക് തന്നെ 24,650 കോൾ ഓപ്ഷൻ സെല്ല് ആഡ് ചെയ്ത് വെക്കുക. കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിഫ്റ്റിയുടെ സ്പോട്ട് 24,500 വിചാരിക്കാം. നമ്മൾ സെല്ലാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മെയിൻ ഫോക്കസ് സെല്ലാണ്, അതായത് താഴോട്ടാണ് നമ്മുടെ വ്യൂ. അപ്പൊ നമ്മൾ ആദ്യം ബാസ്കറ്റിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് 24,800 കോൾ ഓപ്ഷന്റെ ലെഗ് ആഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം 650 കോൾ ഓപ്ഷൻ സെല്ല് ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് 24,650 കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാനാണ്. പക്ഷെ മാർജിൻ ബെനിഫിറ്റിന് വേണ്ടിയിട്ടും പിന്നെ കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 150, അതായത് ഒരു 150 പോയിന്റ് മുകളിലുള്ള ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് വെക്കുന്നു. പക്ഷെ ബാസ്കറ്റ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം 800 കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് വെക്കണം, എന്നാലാണ് മാർജിൻ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അതല്ലാതെ ആദ്യം സെൽ ഓർഡർ 24,650 കോൾ ഓപ്ഷൻ സെല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ലക്ഷത്തി സംതിങ് മാർജിൻ അവർ ചോദിക്കും. നേരെ മറിച്ച് 24,800 കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് വെക്കുക. അതിനുശേഷം 24,650 കോൾ ഓപ്ഷൻ സെല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 55,000 ഒരു 60,000 രൂപ ഇടയിലാണ് അവർ മാർജിൻ ചോദിക്കുള്ളൂ.
അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു 2 ലക്ഷം രൂപയ്ക്ക് ഒരു 4 ലോട്ട് ചെയ്യാം. ഒരു 2,50,000 2,10,000 രൂപ അടുത്ത് മതി 4 ലോട്ട് ചെയ്യാം. ഓക്കെ, ഇനി അങ്ങനെയാണ് നമ്മുടെ സിമ്പിൾ സ്ട്രാറ്റജി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആ സ്ട്രാറ്റജി വെച്ചിട്ടാണ് 2 ലക്ഷം രൂപ വെച്ചിട്ട് നമ്മൾ ഒരു 3 മാസം കൊണ്ട് തന്നെ 41,000 രൂപ പ്രോഫിറ്റ് നേടാനായിട്ട് സാധിച്ചത്. അത് കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടിയിട്ട് മെയ് മാസം 10% കിട്ടിയിട്ട്, ജൂൺ മാസം 16% കിട്ടിയിട്ട്, ജൂലൈ മാസം ഒരു 7-8% അടുത്ത് കിട്ടിയുള്ളൂ എന്ന് മാത്രം. ഓക്കെ, അതിന്റെ വീഡിയോ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവര് ഈ വീഡിയോ കണ്ടതിന് ശേഷം കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതിന്റെ കൃത്യമായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഞാൻ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതേ സംഗതി തന്നെ താഴോട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ 24,500 നിൽക്കുന്ന നിഫ്റ്റിയുടെ സ്പോട്ട് നമ്മുടെ വ്യൂ ബുള്ളിഷ് ആണ്, മുകളിലേക്കാണ് നമ്മുടെ വ്യൂ എങ്കിൽ എന്ത് ചെയ്യണം? 300 പോയിന്റ്, അതായത് 24,500 നിന്ന് 300 പോയിന്റ് താഴെ എന്ന് പറയുമ്പോൾ 24,200 പുട്ട് ഓപ്ഷൻ ആദ്യം ബൈ ചെയ്ത് വെക്കണം. ബൈ ചെയ്ത് വെക്കണമെങ്കിൽ ബാസ്കറ്റ് ഓർഡർ എടുത്ത് എപ്പോഴും ചെയ്യണം. മറ്റേതാകുമ്പോൾ സമയം ചെറിയ വ്യത്യാസം വരുമ്പോൾ ചെറിയൊരു നഷ്ടം നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടുന്നതിന് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. അതില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാസ്കറ്റ് ഓർഡർ ഇടുക. 24,500 സ്പോട്ട് നിൽക്കണു. 24,200 പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് വെക്കുക, ബൈ ലെഗ് ആഡ് ചെയ്ത് വെക്കാം. അതിന് ശേഷം 24,350 പുട്ട് ഓപ്ഷൻ സെല്ല് ആഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് 2 ഓർഡറും എക്സിക്യൂട്ട് ആയിക്കോളും. ഓക്കെ, അപ്പൊ നമ്മുടെ വ്യൂ എന്താണ്? മുകളിലേക്കാണ് വ്യൂ എന്നുണ്ടെങ്കിൽ സ്പോട്ട് 24,500 ആണെങ്കിൽ അതിന്റെ തൊട്ട് 150 പോയിന്റ് താഴെയുള്ള 24,350 നമ്മൾ പുട്ട് ഓപ്ഷൻ സെല് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് പ്രൊട്ടക്ട് ചെയ്യാനും മാർജിൻ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം 24,200 പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് വെക്കുക. അതിനുശേഷം 24,350 പുട്ട് ഓപ്ഷൻ സെല് ചെയ്ത് വെക്കുക. ഇത് ബാസ്കറ്റ് ഓർഡർ ഇട്ടതിന് ശേഷം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് വിത്തിൻ സെക്കൻഡ്സ് പോലും വ്യത്യാസം ഇല്ലാതെ നമുക്ക് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാം. പിന്നെ ഇതിന്റെ വലിയ പ്രത്യേകത, ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊസിഷൻ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും പൊസിഷൻ എക്സിറ്റ് ചെയ്ത് മാറുമ്പോൾ നമ്മൾ ആദ്യം എന്താണോ ചെയ്തത് അതിന്റെ നേരെ വിപരീതമാണ് ഇപ്പൊ ചെയ്യേണ്ടത്. അതായത് ആദ്യം നമ്മൾ ബാസ്കറ്റ് ഓർഡറിൽ ബൈ ലെഗ് ആഡ് ചെയ്ത് വെച്ചത്, അതിന് ശേഷമാണ് സെൽ ലെഗ് ആഡ് ചെയ്ത് വെച്ചത്. ഇപ്പൊ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ പൊസിഷൻസിൽ വന്നിട്ട് ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത്, അതായത് ആദ്യം സെലക്ട് ചെയ്യേണ്ടത് സെൽ ഓർഡർ ആണ്. ഏതാണോ സെല് ചെയ്ത് വെച്ചത് അതിന് കൃത്യമായിട്ട് കാണാം. അതിന്റെ ക്വാണ്ടിറ്റി മൈനസ് എത്ര ക്വാണ്ടിറ്റി ആണെങ്കിൽ അത് കാണാം. 75 150 എത്രയാണെങ്കിൽ മൈനസ് ആ ക്വാണ്ടിറ്റി കാണാം. ആ സെല് ചെയ്താണ് ലെഗാണ് ആദ്യം പിടിച്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം രണ്ടാമത് ക്ലിക്ക് ചെയ്യേണ്ടത് ബൈ ലെഗ് ആണ്. ഓക്കെ, അത് വളരെ പ്രത്യേകത ശ്രദ്ധിക്കണം. അതിനുശേഷം എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓരോ ലെഗായിട്ട് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. പക്ഷെ അത് അപ്പോഴും ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യരുത്. എപ്പോഴും ഒറ്റയടിക്ക് ചെയ്യണം. കാരണം നമുക്ക് അത് ചെറിയൊരു വ്യത്യാസം വന്നാലും 1 പോയിന്റ് 2 പോയിന്റ് ഒക്കെ മാറി കഴിഞ്ഞാൽ നിങ്ങളൊരു 300 ക്വാളിറ്റി സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 പോയിന്റ് മാറി കഴിഞ്ഞാൽ 600 രൂപ ഒറ്റയടിക്ക് പോകും. അപ്പൊ അത് കാരണം കൊണ്ടാണ് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് പൊസിഷൻസിൽ വരിക, ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ടിക്ക് മാർക്ക് വരും. നിങ്ങളുടെ ബ്രോക്കറിന്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കി വെക്കുക. ക്ലിക്ക് ചെയ്യുന്നത് ആദ്യം സെൽ ഓർഡർ ക്ലിക്ക് ചെയ്യുക, അതിന് ശേഷം ബൈ ഓർഡർ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഒറ്റയടിക്ക് പൊക്കോളും. അതല്ലാതെ ആദ്യം ബൈ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മാർജിൻ അവർ കൂടുതൽ ചോദിക്കും. 2 ലക്ഷത്തി സംതിങ് ചോദിക്കും പെർ ലോട്ടിന് കേട്ടാ. നമ്മൾ ആകെ 2 ലക്ഷം രൂപ വെച്ചിട്ട് അങ്ങനെ 2,10,000 വെച്ചിട്ട് 4 ലോട്ട് ചെയ്താണ്. അപ്പൊ ഒരു ലോട്ട് അപ്പൊ ബൈലേക്ക് ആദ്യം എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോട്ടിന് 2 ലക്ഷം വെച്ച് ചോദിക്കുകയാണെങ്കിൽ 4 ലോട്ട് 8 ലക്ഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. അപ്പൊ നിങ്ങൾക്ക് പെനാൽറ്റി വരാനുള്ള സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. എന്നാൽ വളരെ സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. അപ്പൊ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ആദ്യം സെല്ലൊക്കെ ഏതാണോ, ഇപ്പൊ നമ്മള് മുകളിലേക്കാണ് വ്യൂ എന്നുണ്ടെങ്കിൽ പുട്ട് ഓപ്ഷൻ സെല് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ 24,350 പുട്ട് ഓപ്ഷൻ സെല് ചെയ്തത് ആദ്യം സെലക്ട് ചെയ്യാം. അതിനുശേഷം 24,200 പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തത് സെലക്ട് ചെയ്തതിനു ശേഷം സ്ക്വയർ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി താഴോട്ട വ്യൂ എന്നുണ്ടെങ്കിൽ 24,650 കോൾ ഓപ്ഷൻ സെല് ചെയ്യാനുള്ളത് അതുമ്പോൾ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യാം. അതിന് ശേഷം 24,800 കോൾ ഓപ്ഷൻ ബൈ ചെയ്തത് വെച്ചിട്ടത് അതും സെലക്ട് ചെയ്യുക. അതിനുശേഷം എക്സിറ്റ് ചെയ്താൽ മതി. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഈ സ്ട്രാറ്റജി വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ 3 മാസം കൊണ്ട് നമ്മുടെ ക്യാപിറ്റൽ 2 ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ചിട്ട് 41,000 രൂപ നമുക്ക് സമ്പാദിക്കാനായിട്ട് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചത്. ഓക്കെ, നിങ്ങളെല്ലാവരും ഓപ്ഷൻസ് ചെയ്യാൻ അറിയാവുന്ന ആളുകൾക്ക് ഇത് പരീക്ഷിക്കാം. പിന്നെ ഇതിന്റെ വലിയൊരു അഡ്വാൻറ്റേജ്, വലിയൊരു ബെനിഫിറ്റ് എന്നുള്ളത് ഇതിനായിട്ട് നിങ്ങൾ ക്യാപിറ്റൽ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഹോൾഡിങ്സിലുള്ള സ്റ്റോക്കുകൾ ഇപ്പൊ ഒരുവിധം എല്ലാ സ്റ്റോക്കും നെഗറ്റീവിലായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നിഫ്റ്റി അത്ര നല്ല രീതിയിൽ താഴോട്ട് വന്നിട്ടല്ലോ. അപ്പൊ നെഗറ്റീവിൽ കിടക്കുന്ന സ്റ്റോക്കുകൾ അവിടെ കിടന്നോട്ടെ, അത് പ്ലഡ്ജ് ചെയ്തുകൊണ്ട് ആ പ്ലഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഫണ്ട് ഫ്രീ ആയിട്ട് കിട്ടും. അതായത് ട്രേഡ് ചെയ്യാനുള്ള ഫണ്ട് കിട്ടും. ഇപ്പൊ നിങ്ങൾ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു 9 മണി നേരത്ത് നിങ്ങൾ പ്ലഡ്ജ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ, ഞാൻ ഉപയോഗിക്കുന്ന സ്റ്റോക്സ് ആണ്, 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഫണ്ട് അവർ കൊളാട്രൽ മാർജിൻ നമുക്ക് തരും.
കൃത്യമായിട്ട് ഓർക്കുക. 20% ഹെയർ കട്ടാണ് സാധാരണ ഒരു വിധപ്പെട്ട നല്ല സ്റ്റോക്കിനൊക്കെ അവർ തരിക. തീരെ ലോക്കൽ സ്റ്റോക്ക് ആണെങ്കിൽ അവർ ചിലപ്പോൾ അത് പ്ലഡ്ജ് അനുവദിക്കുന്നില്ല. ഒരു വിധം മാന്യമായ സ്റ്റോക്കുകളാണെങ്കിൽ 20% ഹെയർ കട്ട് ഉണ്ടാവും. അപ്പോൾ 1 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ആണെങ്കിൽ 80,000 രൂപ കിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ ആ സ്റ്റോക്കിന്റെ വില 1 ലക്ഷം രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തു പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അതിന്റെ വില ഒരു 90,000 രൂപയാണെങ്കിൽ അതിന്റെ 20% ഹെയർ കട്ട് കഴിഞ്ഞിട്ട് തരുള്ളൂ എന്ന് മാത്രം. ഓരോ ദിവസം അതിന്റെ കൂടുതലും കുറവിനനുസരിച്ചുള്ള മാർജിൻ കൊളാട്ടൽ നമുക്ക് കിട്ടിയ മാർജിൻ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോ നിങ്ങളുടെ ക്യാഷ് ക്യാപിറ്റലായിട്ട് ഒരു 5,000 രൂപ 10,000 രൂപ നിങ്ങൾ വെറുതെ ഇട്ടാൽ മതി നിങ്ങളുടെ ബ്രോക്കറിലേക്ക്. ബാലൻസ് ഒരു പൈസ പോലും ഇടാണ്ട് ഈ പ്ലഡ്ജ് ചെയ്ത മാർജിൻ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഓപ്ഷൻസ് സെല് ചെയ്തിട്ട് പ്രോഫിറ്റ് എടുക്കാവുന്നതാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് അതിപ്പോ കൃത്യമായിട്ട് ഇപ്പൊ പറയാൻ പറ്റില്ല. എങ്കിലും സാധാരണ ഗതിയിൽ ഒരു 10 പോയിന്റ് പ്രോഫിറ്റ് കിട്ടുമ്പോൾ എക്സിറ്റ് ചെയ്ത് മാറാറുണ്ട്. അപ്പൊ 300 ക്വാണ്ടിറ്റി, അതായത് 4 ലോട്ടാണെങ്കിൽ ഒരു 10 പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു 3,000 രൂപ പ്രോഫിറ്റ് കിട്ടുമ്പോൾ എക്സിറ്റ് ചെയ്ത് മാറാറുണ്ട്. ലോസ് വരികയാണെങ്കിൽ 10 പോയിന്റ് ശരിക്കും ലോസ് ഉണ്ട്. 1:1 തന്നെ റിസ്ക് റിവാർഡ്. പക്ഷെ 10 പോയിന്റ് ലോസ് നമ്മൾ എടുക്കാറില്ല. ഒരു 7 പോയിന്റ് 8 പോയിന്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അഗേൻസ്റ്റ് പോണ നമ്മൾ വിചാരിച്ച് വ്യൂ തെറ്റി റോങ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 7 പോയിന്റ് 8 പോയിന്റ് ഒക്കെ ലോസ് ആകുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മാറാറുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും പല ആളുകളും 1:1 റിസ്ക് റിവാർഡ് അത്ര നല്ലതല്ലല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും നല്ലതല്ല. പക്ഷെ നമുക്ക് ഇതിൽ 1:2 റിസ്ക് റിവാർഡ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം 10 പോയിന്റ് പ്രോഫിറ്റ് ഓക്കെ, പക്ഷെ അല്ലെങ്കിൽ 10 പോയിന്റ് ഞാൻ ലോസ് എടുക്കണമെങ്കിൽ 20 പോയിന്റ് പ്രോഫിറ്റ് കിട്ടാന്ന് പറയുമ്പോൾ നിഫ്റ്റി എല്ലാ ദിവസവും അത്രമാത്രം മൂവ്മെന്റ് നടത്തും എന്നുള്ളത് വളരെ സാധ്യത കുറവാണ്. ഓക്കെ, ഈ ആഴ്ച നല്ല മൂവ്മെന്റ് അങ്ങോട്ട് നടക്കില്ലായിരുന്നു. പക്ഷെ സാധാരണ ഇതിൽ അത്ര മൂവ്മെന്റ് കിട്ടാറില്ല. അപ്പോ അതുകൊണ്ട് കൃത്യമായിട്ട് പറയാം 10 പോയിന്റ് പ്രോഫിറ്റ് എപ്പോൾ കിട്ടുന്നു അപ്പൊ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് മാറും. ലോസ് ആണെങ്കിൽ ഒരു 7 പോയിന്റ് 8 പോയിന്റ് ലോസ് ആകുമ്പോൾ അക്സെപ്റ്റ് ചെയ്ത് മാറും. ഇതിന്റെ പ്രോബബിലിറ്റി എന്നുള്ളത് നമ്മുടെ വ്യൂ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു 20-23 ട്രേഡിംഗ് ദിവസം ഉണ്ടാവാറുണ്ട് സാധാരണ രീതിയിൽ. അങ്ങനെയാണെങ്കിൽ ഒരു 15 ദിവസം പ്രോഫിറ്റും ഒരു 7 ദിവസം ലോസ് വന്നാലും നെറ്റ് നമുക്ക് പ്രോഫിറ്റിൽ ഇറങ്ങാമെന്ന് മാത്രം. ഓക്കെ, 15 അല്ല അതിൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടാറുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അത്യാവശ്യത്തിന് ഒരു 5-6 ലോസും ബാക്കി എല്ലാ ദിവസവും പ്രോഫിറ്റ് കിട്ടാറുണ്ട്. അപ്പോ 10 പോയിന്റ് പ്രോഫിറ്റും ഒരു 7-8 പോയിന്റ് ലോസ് ആണ് അതിന്റെ കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കാമെന്നുള്ള വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണമെങ്കിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വ്യൂ എങ്ങനെ കിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് വ്യൂ സ്വന്തമായിട്ട് വ്യൂ ഇന്ന് താഴോട്ടാണ് വ്യൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇന്ന് മുകളിലേക്കാണ് വ്യൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഒരു വ്യൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടി വരും എന്ന് മാത്രം. ഓക്കെ, അതിന് ചെറിയൊരു പെയ്ഡ് ഉണ്ട്. അത് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അല്ല നിങ്ങൾക്ക് സ്വയമായിട്ട് അനാലിസിസ് ചെയ്ത് നിങ്ങൾക്ക് ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്ട്രാറ്റജി വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ ഇപ്പൊ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ യഥാർത്ഥം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു, ബൈ.